ഭക്ഷണത്തിന് ശേഷം നാം ശ്രദ്ധിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഫുഖഹാക്കൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. അറുസ് അഥവാ അരി ഭക്ഷണം, അത് അരി കൊണ്ടുണ്ടാക്കുന്ന ഏത് ഭക്ഷണം കഴിച്ചാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ, സലാം ചൊല്ലൽ, ഇത് സുന്നത്തുണ്ട്, പ്രത്യേകമായും സുന്നത്തുണ്ട് എന്ന് കാണാം. അപ്പൊ അരി ഭക്ഷണം കഴിച്ചാലും അരി കൊണ്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികവും അങ്ങനെയാണ് കഴിക്കുന്നത്. അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമായി ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് കഴിക്കുന്ന അവസരത്തിൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ലിഅന്നഹു ഖുലിഖ മിൻ നൂരിഹി ബിലാ വാസിതത്തിൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം വകുല്ലു മാ നബത മിനൽ അർളി ഫീഹി ദാഉൻ വദവാ, ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച പടച്ചു വെച്ച നമുക്ക് കഴിക്കാനുള്ള എല്ലാത്തിലും ദാവും ദവാവും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ആരോഗ്യവും ഉണ്ട്, രോഗവും ഉണ്ട്. എന്നാൽ ഇല്ലൽ അറുസ, അറുസ് ഒഴികെ, അരിഭക്ഷണം ഒഴികെ, ഫഇന്ന ഫീഹി ദവാഅൻ വലാ ദാഅ ഫീഹി, അതിൽ ശമനം മാത്രമാണുള്ളത്, രോഗമില്ല. നമുക്ക് സംശയം ഉണ്ടാവും, ചില രോഗികളോടൊക്കെ പറയുമല്ലോ അല്ലെ, അരിഭക്ഷണം കുറക്കണമെന്നാണല്ലോ പറയുന്നത് അല്ലെ. ഷുഗറൊക്കെ ഉള്ള ആളുകളോട് പറയും അരിഭക്ഷണം കുറക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ പിന്നെ അതിൽ ദാഇല്ല, ദവാ ആണ് എന്ന് പറഞ്ഞത് എന്താ? അത് നമ്മൾ ഓവർ കഴിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓവറായി കഴിച്ചാല് എല്ലാം വിഷമായി മാറും. അപ്പോ ഏത് അരി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആലിന്റെയും പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ പ്രത്യേകം സുന്നത്തായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സുന്നത്ത് വയുസന്നുലിൽ ആക്കിലി എന്ന് പറഞ്ഞ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട്, വയഖറഅ ഓതണം സൂറത്തുൽ ഇഖ്ലാസി വ ഖുറൈശ്, സൂറത്തുൽ ഇഖ്ലാസും ഖുറൈശും, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതുപോലെ ലീലാഫി ഖുറൈശ്, ഈ രണ്ട് സൂറത്തും ഭക്ഷണം കഴിച്ചതിന് ശേഷം പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും രണ്ട് ചെറിയ സൂറത്താണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇതേ വിഷയം തന്നെ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലും പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ കാണാം എന്തുകൊണ്ടാണ് ഇത് ഓതണം എന്ന് പറഞ്ഞത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതിൽ ഫലി ഉസൂലിൽ ബറക്കത്തി, ബറക്കത്ത് അവനെത്തുന്നതിന് വേണ്ടിയാണ്.